ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനില്ലെങ്കി നിന്നെ അവരെടുത്ത് പുറത്തേക്ക് എറിയില്ലേ? അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ. നാളെ തന്നെ അവനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചേ പറ്റൂ. ഇവിടെ മുറിയിലേക്ക് കൂടി ഇവിടെ അടങ്ങും. കൊണ്ടുപോ. അച്ഛന് പലതും അറിയാം. പക്ഷേ അച്ഛൻ ചിലതൊക്കെ മറച്ചു വെക്കുന്ന പോലെ. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു. ഞാൻ എന്തിനാടാ മറച്ചു വെക്കുന്നത്? അച്ഛാ, ആ അംബിക മേഡത്തിന്റെ തടവറയില് ഈ മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ, അന്ന് ഞങ്ങൾക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുന്നൊരവസ്ഥയിലായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അടുത്ത ദിവസം ഈ അങ്കിളിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതാ. അപ്പോഴേക്കും അംബിക മേഡം അവിടുന്ന് ആളെ മാറ്റി. അച്ഛനെന്താ ആലോചിക്കുന്നത്? ജഗന്നാഥൻ വളരെ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയിന്ന എല്ലാവരും കരുതിയിരുന്നത്. ഇതിപ്പോ വലിയ അത്ഭുതമായിരിക്കുന്നു. അച്ഛാ, സത്യത്തിൽ ഇദ്ദേഹം ആരായിരുന്നു? നിങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ഒരു കാലത്ത് പ്രതാപവർമ്മ സാറിന്റെ വളരെ പ്രിയപ്പെട്ടവരായിരുന്നു ഞാനും ജഗന്നാഥനും. അദ്ദേഹത്തിന്റെ ഇടവും വലവും ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു. ഞാൻ പല തിരക്കുകൾ കൊണ്ട് മാറിപ്പോയിരുന്നെങ്കിലും വർമ്മ സാറിന്റെ വലങ്കൈയായിരുന്നു ജഗന്നാഥൻ. ഒരർത്ഥത്തിൽ പറഞ്ഞ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. എന്നാ വർമ്മ സാറിന്റെ ഈ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കാരണ സാറും പത്മാവതി മാഡവും പിരിയാനിടയായത്. ഈ മൂന്ന് പേരും വളരെ നല്ല സ്വഭാവമുള്ളവരായിരുന്നു. ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് വീശിയത്. അതിന്റെ ഉത്ഭവം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്തായാലും ജഗന്റെ നമ്പർ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ആളെ നമുക്ക് നാളെ നേരിൽ കാണാം. എന്താ സംഭവിച്ചതെന്ന് ജഗൻ തന്നെ പറയട്ടെ. നീ നിന്ന് ചിരിക്കുന്നോ? അവള് പറഞ്ഞൊന്നും കേട്ടില്ലേ? പറഞ്ഞത് എന്തായാലും അവരിപ്പോ ഒരു മുഴു ഭ്രാന്തിയായില്ലേ? ഈ വീട്ടിലെ മുറിയിലെ തടവിലും ആയില്ലേ? അതൊക്കെ ശരിയാ. പക്ഷേ അവള് നമുക്കെതിരെ തിരിഞ്ഞതും ശത്രുവായതും എത്ര പെട്ടെന്നായിരുന്നു. അല്ല, ഇനി അവരെ എന്ത് ചെയ്യാൻ നമ്മുടെ പ്ലാൻ? അതൊക്കെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. തൽക്കാലം കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. അവളെ മരിക്കാതെ മരിക്കണം.
അതിനുള്ള വഴിയാ ആലോചിക്കേണ്ടേ. ദീപക്കേ, അവളല്ല, അവളേക്കാൾ അപകടകാരിയായ ഒരുത്തൻ പുറത്ത് നടക്കുന്നുണ്ട്. അവൻ പുറത്ത് നടക്കുന്നതേ നമുക്കിപ്പോ വലിയ ഭീഷണിയാ. ആ ജഗന്റെ കാര്യമല്ല അമ്മ പറയുന്നേ. അതെ, അവന്റെ കാര്യം തന്നെയാ. അവനാ നമ്മുടെ ഒന്നാന്തരം ശത്രു. അവൻ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞ പിന്നെ ഞാനില്ലെങ്കി നിന്നെ അവരെടുത്ത് പുറത്തേക്ക് എറിയില്ലേ? അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ. നാളെ തന്നെ അവനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചേ പറ്റൂ. എന്താ ചെയ്യുന്നതേട്ടാ ഇത്ര ടെൻഷനോട് ആലോചിക്കുന്നത്? ഞാൻ എന്ത് ആലോചിക്കാനാ? തകർന്നുപോയ നമ്മുടെ ജീവിതത്തെ കുറിച്ച് തന്നെ. തകർന്നതെല്ലാം തകർന്നത് തന്നെയാ. നനയാതെ കുറെ ഈറൻ ചുമന്നു, അത്രമാത്രം. എന്തായാലും ഞാൻ കാരണം പത്മാവതിയുടെയും പ്രതാപന്റെയും ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കേണ്ട സമയമായി. ഞാനിന്ന് പുറത്തോട്ട് പോയി വരുമ്പോ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കിയിരിക്കും. അതൊന്നും അത്ര ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല ജഗന്നാഥേട്ടാ. നോക്കട്ടെ, ശ്രമിച്ചു നോക്കുന്നത് തെറ്റില്ലല്ലോ. ആയിക്കോ, പുറത്തു പോകുന്നേക്കെ കൊള്ളാം. ആ അംബികയുടെ വായിച്ചെന്ന് വീഴരുത്. ഹേ, ഇനി ഞാൻ അവളുടെ പിടിയിലൊന്നും വീഴില്ല. മോനെ രാജു, റെഡിയായാ? വരുന്നച്ചാ. ആ പോവാച്ചാ. രാധമ്മയോട് പറഞ്ഞില്ലല്ലോ. രാധമ്മേ, രാധമ്മേ. ആഹാ, ഇതെവിടെ പോവാ? എടേ, ഞാൻ ഇവരുടെ കൂടെ ഒന്ന് പുറത്തു പോവാ.